എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് നല്ല ക്രിസ്പി ആയിട്ടും തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ ചീടയാണ്. ഓണക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ പലതരത്തിലുള്ള മധുര പലഹാരങ്ങളും തയ്യാറാക്കി കഴിക്കാറുണ്ട്. ആ കൂട്ടത്തിൽ വളരെ ക്രിസ്പി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കുന്ന ഒന്നാണ് ചീട. ചീടയ്ക്ക് കളിയടയ്ക്ക എന്നുള്ള ഒരു പേര് കൂടെ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചീട തയ്യാറാക്കി എടുക്കുന്നത് പുഴുങ്ങലരി വെച്ചിട്ടാണ്. പുഴുങ്ങലരി വെച്ച് തയ്യാറാക്കുമ്പോഴാണ് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. നല്ല മുരുമുരാന്ന് തന്നെ പൊട്ടിച്ച് കഴിക്കാൻ പറ്റിയ ഈ ഒരു നാടൻ പലഹാരം നമ്മുടെ അമ്മമാരുടെ ഫേവറേറ്റ് കൂടിയാണ്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ഇതുപോലൊരു പലഹാരം തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് ചീട തയ്യാറാക്കി എടുക്കാനുള്ള അരി ഒന്ന് കുതിർത്തിയെടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് അളവിലുള്ള 2 കപ്പിലാണ് അരി എടുത്തിട്ടുള്ളത്. ഞാനിന്ന് പുഴുങ്ങലരി വെച്ചിട്ടാണ് ചീട തയ്യാറാക്കാനും പോകുന്നത്. ഇനി അരി നല്ലതായിട്ട് കുതിർത്തിയതിന് ശേഷം ഒരു 6 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ അരിയുടെ 6 മണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ കുതിർത്തിയെടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് കുതിർന്ന് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രിയിൽ അരിയിട്ട് രാവിലെ കുതിർത്തി അരച്ചെടുത്ത് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അരി അരച്ചെടുക്കുന്നതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഞാനിവിടെ 1/2 മുറി നാളികേരം, ഒരു 10-12 അല്ലി കൊച്ചുള്ളി, 1 ടീസ്പൂൺ അളവിലെ കുരുമുളക്, 1 സ്പൂൺ അളവിലെ നല്ല ജീരകം, ഇത്രയും ചേരുവകളൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അരി അരക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ടും. അങ്ങനെ അരി മുഴുവനും മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ചേർക്കാം. നമുക്കിത് ഒറ്റയടിക്ക് തന്നെ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് അരച്ചെടുക്കാൻ സാധ്യമല്ല. ആദ്യം ഇതൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഞാനിതിലേക്ക് വെള്ളമൊന്നും തന്നെ ചേർക്കുന്നില്ല. അങ്ങനെ ആദ്യം ഞാനിവിടെ അരച്ച് മാറ്റിയിട്ടുണ്ട്. അല്പം തരിതരിപ്പായിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് പാത്രത്തിലേക്ക് മാറ്റുവാണ്. അരച്ചെടുക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ മിക്സിയുടെ ജാറിൽ നിന്നും എല്ലാം മാറ്റിയിട്ടുണ്ട്. രണ്ടാമതും നമുക്ക് ബാക്കിയുള്ളത് കൂടെ അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ബാക്കിയുള്ളത് കൂടെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ഇതിലേക്ക് തന്നെ ചേർക്കാം. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് പച്ചരിപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പുഴുങ്ങലരി എടുത്ത് ചെയ്തിട്ടുള്ളത്. അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കൈവെള്ളം നനച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുട്ടിയെടുക്കണം. കുഞ്ഞു ബോൾസ് ആക്കി വേണം എടുക്കാനായിട്ട്. കണ്ടോ, ഇതേ ഒരു ഷേപ്പിലാണ് നമുക്ക് ബോൾസ് ആക്കി എടുക്കേണ്ടത്. ഇനി ഈ ബോൾസ് ആക്കിയിട്ടുള്ളത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബോൾ പിടിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട്, നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ നെയ്യ് ചേർത്ത് കൊടുക്കാം. ചെയ്തെടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാനും സാധിക്കും. നെയ്യും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് കൂട്ടി കുഴച്ചെടുക്കുവാണ്. നെയ്ക്ക് പകരമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നെയ്യും കൂടെ ചേർത്ത് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഒരു കൈ വെച്ച് തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. അടുത്തത് നമുക്കിതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോൾസ് എല്ലാം ഞാനിവിടെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും അളവിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഉടൻ തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ തുടങ്ങാം. ചീട വറുത്തെടുക്കാനുള്ള ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു അയൺ പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഇനി ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഓയിലൊന്ന് നല്ലോണം ചൂടായി വരട്ടെ. നല്ലോണം വെട്ടി തിളച്ച് വരുമ്പോഴാണ് നമുക്കിതിലേക്ക് ഓരോ ചീടയും ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുട്ടിയെടുത്തിട്ടുള്ള ഓരോ ബോളും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ചീട ഇട്ട് കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആദ്യം കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2-3 തവണ കൊണ്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ചീട എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ചീട ഇവിടെ ഉരുട്ടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഉരിയിച്ചെടുക്കാനായിട്ടും. ഇതിൻ്റെ ഈ ഒരു ബബിൾസ് എല്ലാം പൊട്ടി വരുന്ന
സമയത്താണ് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചീട നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറിലേക്കാണ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് മുരിയിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ചീടയുടെ അരി അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമെല്ലാം കൂടി പോവുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്തിട്ട് കുഴച്ചെടുത്ത് തയ്യാറാക്കിയാലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. ഒരു തരി പോലെ എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നമുക്കിവിടെ ഫ്രൈ ചെയ്തെടുക്കാനും സാധിച്ചിട്ടുണ്ട്. അരിപ്പ് പാത്രത്തിലേക്ക് മാറ്റുവാണ്. രണ്ടാമതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ 1 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാം ചീടയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ചീട ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് കോരുമ്പോഴേക്കും ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് കോരിയെടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ എല്ലാ ചീടയും ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നല്ല മുരുമുരാന്ന് തന്നെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുള്ളതും 4 മണിക്ക് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയതുമായിട്ടുള്ള ഈ ഒരു ചീട എല്ലാവരും വീടുകളിൽ ഈ ഒരു ഓണക്കാലത്ത് തന്നെ തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് കാലത്ത് ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ കഴിച്ചുകൊണ്ടിരുന്ന ഒന്ന് തന്നെയാണ് ഇത്. ഈ ഒരു തനി നാടൻ പലഹാരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഓണക്കാലത്ത് തയ്യാറാക്കാൻ പറ്റിയ പഴയകാല നാടൻ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാത്തിരിക്കുക.